നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് ഈ തലമുറ ഒരുപാട് നന്ദിയുള്ളവരായിരിക്കണം. ഞാൻ ഇന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. നമ്മൾ ഈ വളരെ ആകപ്പാടെ ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം വളരെ സൗകര്യം എന്ന് വെച്ചാൽ മന്ത്രിമാരെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കുന്നുള്ളതാണ്. കോൺഗ്രസ് അങ്ങനെ പ്രത്യേകതയാണ്. ഞാനിപ്പം ഇന്നിപ്പോൾ 2 മന്ത്രിമാരെ ലിജുവിനെ വിളിച്ചിരുന്നു. കാരണം 2 കാര്യങ്ങൾ. ഒന്ന്, ലിജുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി, എനിക്കൊന്ന് അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കയറിയ ഒരാളെ, പിന്നീട് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി, പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നാണ്. സെക്രട്ടറി ഇല്ല, പ്രൈവറ്റ് സെക്രട്ടറി ഇല്ലായിരുന്നു. ബിന്ദു കൃഷ്ണയ്ക്ക് അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അപ്പം ഞാനൊന്ന് അതിന്റെ പൊളിറ്റിക്സ് അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. വളരെ രസകരമായ കാര്യം. അത് രഹസ്യമുള്ള കാരണം നമ്മൾ കോൺഫിഡൻസ് ആയത് കാരണം പറയാൻ പറ്റത്തില്ല, കോൺഫിഡൻഷ്യൽ ആയോണ്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ചെന്നിത്തല വിളിച്ചു. അദ്ദേഹത്തെ വിളിക്കാൻ കാര്യം, സുപ്രധാനമായ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിരുന്നു. അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊരു വേഗമായിട്ട് ഐഡിയ ഉണ്ട്. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു സാമ്പത്തിക തട്ടിപ്പ്. ഞാനത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ പ്രിക്കോഷൻസ് എടുക്കും. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യൂ, ഇത് വിശദമായിട്ട് ഒരു റെപ്രസെൻറ്റേഷനായിട്ട് എഴുതി തരുമെന്ന് പറഞ്ഞു. ഞാനതിനുള്ള ഒരു തയ്യാറെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. അതല്ല വിഷയം. അദ്ദേഹം നടത്തുന്ന ഈ ലഹരി വേട്ട ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, എനിക്കൊന്ന് 10,000 കേസുകളായി കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 1,005 പേര് നിലവിൽ ഇപ്പം ജയിലിൽ കിടക്കുന്നുണ്ട്. ആലോചിച്ച് ഈ കേസിൽ 1,005 പേര്. 10,000 കേസുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ലഹരി വിൽപ്പനയും ഇടപാടുമായിട്ട് 10,000 കേസുകൾ ഉണ്ടാകുന്ന പറഞ്ഞാൽ നിസ്സാരമായ. ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയ സമയത്ത് നമ്മൾ ചർച്ചകളിൽ പോലും നമ്മളൊന്ന് പരോക്ഷമായി വിമർശിച്ചിരുന്നു, ഇത് മാത്രം പോലീസിനെ നോക്കിയാൽ മതിയോ, വേറെ ഒരുപാട് കാര്യങ്ങളില്ല എന്ന്. പക്ഷേ ഇത് തന്നെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടല്ലേ ആലപ്പുഴ കരുവാറ്റുകൾ. അതെ, ആലോചിച്ച് നോക്കി, എന്തൊരു ഭയാനകമായ. അല്ലെ, നമ്മുടെ കുട്ടികൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചാണ്, കഴിഞ്ഞ ഒരു 6 മാസത്തെ കൊലപാതകങ്ങൾ എടുത്തു കേരളത്തിൽ അച്ഛനെ അമ്മയെ വെട്ടിക്കൊന്നവരാണ് ഏറ്റവും അധികം ഉള്ളത്. ഇന്നലെയും ഒരാളെ ഒരു തൊടുപിടിയ മറ്റു ഭാഗത്ത് അമ്മയെ വെട്ടി. ഏതൊരു എനിക്ക് ജന്മം നൽകി ഇരിക്കട്ടെ പ്രതിഫലം എന്ന് പറഞ്ഞു. അവന് ഇത് തന്നെ മരുന്നാണ്. ഇതാണ് ഇവിടെ അച്ഛനെയും അമ്മയും മോക്ഷം കിട്ടാൻ വേണ്ടി ഇടുക്കിയിൽ ഉടുമ്പൻചോലയിൽ. അതെ, നമ്മുടെ അവിടെ കീഴിലുള്ള സ്ഥലത്ത് മോക്ഷം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ അമ്മയും വേണ്ടി എന്നിട്ട് വളരെ കൂളായിട്ടിരിക്കുകയാണ്. പള്ളിയിൽ ചെന്ന് എല്ലാവരും പ്രധാനപ്പെട്ട വിളിച്ച് പേര് അറിയിക്കുകയാണ്, ഞാൻ 2 പേരെയും കൊന്നിട്ടുണ്ട്, മോക്ഷം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. യഥാർത്ഥത്തില് ഞാൻ ഈ ഒരു വിഷയത്തെ നമ്മൾ വേണ്ടതുപോലെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിന്റെ കാരണം, ഈ കോവിഡ് വന്നപ്പോൾ, കോവിഡ് ആയിരുന്നല്ലോ നമ്മുടെ ഒരു വലിയൊരു, അപ്പോൾ അന്നും വലിയൊരു സാമൂഹിക സേവനം എന്ന നിലയിൽ എല്ലാവരും മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കാൻ തുടങ്ങി. അതുപോലെ സ്കൂൾ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. അതുവരെ സ്കൂൾ കുട്ടികൾക്ക് കിട്ടത്തില്ല. മാത്രമല്ല, കൗമാരക്കാർക്ക് പോലും നമ്മൾ മാതാപിതാക്കൾ സൂക്ഷിച്ചാൽ മാത്രം കൊടുത്തിരുന്നു. ഇവർ വളരെ പേടിച്ചായിരുന്നു മൊബൈൽ ഉപയോഗിച്ചിരുന്നത്. അപ്പം ഈ കൗമാരക്കാരെ വഴക്കുണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷെ സ്കൂൾ കുട്ടികൾക്ക് മൊബൈൽ എന്നൊരു ശീലമേ ഉണ്ടായിരുന്നില്ല. ഇത് അധ്യയനം എന്ന് പറയുന്നത് ഓൺലൈൻ വഴി ആയതോടുകൂടി അതൊരു പാഷനാകുന്നു, ഫാഷനാകുന്നു. എല്ലാവരും മൊബൈൽ. അപ്പം എനിക്കും കുറ്റബോധമുണ്ട്. ഞാനും ആ സമയത്ത് പലർക്കും മൊബൈൽ വാങ്ങി കൊടുക്കുന്നത്. കാരണം നമ്മളെ പലരും വിളിക്കുക, നമ്മൾ വേറെ ചിന്തിക്കുന്നില്ല, പഠിത്തം നടക്കണമല്ലോ കുട്ടികൾ, നമ്മളെ പലരും വിളിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ പനയ്ക്കവയൽ എന്ന് പറയുന്ന അവിടെ ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട് ഞങ്ങളുടെ കൂട്ടുതറയ്ക്ക് ഇടകടത്തേക്ക് അടുത്ത്. ആ പനയ്ക്കോട് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ അവർക്ക് 2-3 മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. പലയിടത്തും ആ സമയത്ത് പലർക്കും നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ, പിള്ളേർക്ക് താങ്ങാൻ കഴിയാത്തതിനേക്കാൾ കൂടുതലാണ് അവരുടെ തലച്ചോറിലേക്ക് ഈ ഇന്റർനെറ്റ് കൊടുക്കുന്നത്. വിദ്യാഭ്യാസവും അറിവും മാത്രം. നമ്മളൊക്കെ വായനശാലയിൽ പോയാണ് നമ്മൾ കാര്യങ്ങൾ വായിച്ചിരുന്നത്. അതെ, പകരം നമ്മൾ അറിയണ്ടാത്ത കാര്യങ്ങൾ, നമ്മുടെ പ്രായത്തിന് ചേരാത്ത കാര്യങ്ങൾ നമുക്ക് തരുവാണ്. പിന്നെ ഇതോടൊപ്പം തന്നെ കുട്ടികളുടെ ഈ അവബോധം, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവബോധമില്ലാതായി മാറുന്ന കുട്ടികൾ. കാരണം നമ്മളെ തലമുറയ്ക്ക് നമുക്ക് പുസ്തകം വായിച്ചേ പറ്റുള്ളൂ, നമുക്ക് വേറെ പോകാൻ വഴിയില്ല. ഇന്ന് അങ്ങനെയല്ല, അവർക്ക് എന്ത് ചെയ്യണമെങ്കിലും അതിന് നെറ്റ് സംവിധാനമുണ്ട്. അപ്പം പിള്ളേർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും റീൽസ് ഇങ്ങനെ കെട്ട് അത് വേഗത കൂടിയിട്ടേ ഷോർട്സിലേക്ക് മാറിയിട്ട് വേഗത കൂട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. നമ്മൾ വീടുകളിൽ ചെന്ന് നോക്കിയിട്ട് അവിടെ കുട്ടികളുണ്ടെങ്കിൽ അവർ ഒന്ന് മോനെ വെളിയിറങ്ങാൻ നോക്കി കയ്യിൽ മൊബൈലിലേക്ക് തിരിച്ചവരെ മുറി കയറി പോകും. അതേസമയം ഇതിന്റെ കൂടെ എങ്ങനെ ഇത്രയും വഷളാവുന്നത് വെച്ചാൽ, ഇതിന്റെ കൂടെ കുടുംബ പശ്ചാത്തലത്തിൽ കുഴപ്പങ്ങളുണ്ടായാൽ, ഇപ്പം നമ്മൾ ഈ ഇടുക്കിയിൽ അല്ല ഇപ്പോഴത്തെ അമ്മ ഈ കൊച്ചിന്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ്, ഈ മരിച്ചുപോയ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ്. അമ്മ 2ാമത് കല്യാണം കഴിച്ചു. അമ്മ വിദേശത്തായിരുന്നു ദീർഘകാലം. അമ്മയുടെ അനിയത്തി വിദേശത്താണ്. ഈ മുത്തശ്ശനും ആയിരുന്നു ഇവിടെ നോക്കിക്കൊള്ളു. ഇവിടെ പല വീടുകളിൽ മാറി താമസിച്ചു. അത്തരമൊരു അല്ല, അപ്പൊ അങ്ങനെ ഒരുപാട് ആൾ സാമൂഹികമായിട്ട് ഇടപെട്ടു. അച്ഛൻ്റെ മേലെ സ്നേഹം കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്നാൽ ഇടയിൽ എന്നിട്ട് ഇതൊരു ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായി. ഒപ്പം തന്നെ ലഹരി. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പിണറായി നാട് നൽകിയ ഏറ്റവും വലിയ ഭയാനകമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലഹരി തന്നെയാണ്. ഇവിടുത്തെ സകലർക്കും ലഹരി കച്ചവടം നടത്താവുന്ന അവസ്ഥയുണ്ട്. അപ്പം അതെല്ലാം കൂടെ ചേർന്നപ്പം
ഇങ്ങനെ കുട്ടികളുണ്ടാവുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ആ നമുക്ക് കുഞ്ഞിനൊന്നും ചെയ്യാനും പറ്റത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും വലിയ ക്രൂരത ചെയ്ത കൊച്ചിന് 13 വയസ്സുള്ളൂ. അതിനെ ശിക്ഷിക്കാൻ ഒരു വകുപ്പുമില്ല. കൂടെയുള്ള ആൺകുട്ടികളും 17 ഒക്കെ തന്നെ 17 16 ഉള്ളൂ. അവരെ പിന്നെയും വേണമെങ്കിൽ അവർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട്, കൊലപാതകമായതുകൊണ്ട് വേണമെങ്കിൽ അവരെ ഒരു ജീവപര്യന്തത്തിലേക്ക് അല്ലെങ്കിൽ 7-8 വർഷത്തിലേക്ക് തടവിലേക്ക് കൊണ്ടുവരാം. കാരണം അപ്പോഴേക്ക് അവരുടെ ജൂനിയർ പ്രായം കഴിയും, വിചാരണ കഴിയും. പക്ഷെ ഈ കൊച്ചു 13 വയസ്സായ കാരണം കൊച്ചിന് ഒരു കാരണവശാലും ശിക്ഷിക്കാൻ പറ്റില്ല. ആ കൊച്ചു വീണ്ടും സമൂഹത്തിൽ ജീവിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നിർഭയ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി 16-കാരനായിരുന്നു. ആ സ്ത്രീയെ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്തത് ഈ പ്രായം കുറഞ്ഞ 3 വർഷം എവിടെയോ കരുതൽ തടങ്കലിലായിരുന്നു. അതായത് ഇവരുടെ ഈ ജുവനൈൽ ജസ്റ്റിസ് ലോയാണ് ഇവരെ ബാധിക്കുന്നത്. അതെ. അപ്പം അവർക്ക് ജയിലല്ല, കറക്ഷൻ സെന്റേഴ്സ് ആണുള്ളത്. ഈ കറക്ഷൻ സെന്ററിൽ സുഖമായി ഇപ്പൊ തന്നെ ഒരു പ്രത്യേക രക്ഷാകേന്ദ്രത്തിൽ അവരെ കൊണ്ടാക്കിയിരിക്കുന്നത് ഈ കൊലപാതകം നടത്തിയവരെ. അവർക്ക് സംരക്ഷണം കൊടുക്കണം. അവർക്ക് അവരെല്ലാ കാര്യങ്ങളും നോക്കണം. അവരെ ഭക്ഷണം, അവരെ ഡ്രസ്സ്, അവരെ മാനസികമായിട്ട്, അവരെ ആരോഗ്യം, കൗൺസിലിംഗ് എല്ലാം ഉണ്ട്. കൗൺസിലിംഗ് എല്ലാം ഉണ്ട്. സുഖമല്ലേ ജീവിതം? ഇതിനേക്കാൾ അവരിപ്പോൾ ഇവിടെ ജീവിച്ചതിനേക്കാൾ സുഖമായിട്ട് അവർക്ക് അവിടെയും കഴിയാം. സർക്കാരിന്റെ സംരക്ഷണത്തിൽ കഴിയാവുന്ന അവസ്ഥയാണ്. അതാണ് ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അതിന്റെ ഒരു ഇമ്പാക്ട്. നമ്മുടെ നാട്ടിൽ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന 80% കാര്യങ്ങൾ ആൾ ഉപയോഗിക്കുന്നത് തിന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. അതൊരു സത്യമാണത്. മൊബൈൽ ഫോൺ നമുക്ക് എത്ര സഹായകരമായ ഒരു സാങ്കേതിക നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ, പക്ഷെ അതിനെ എങ്ങനെയെല്ലാം ദുരുപയോഗം ചെയ്യാമെന്നുള്ള ആദ്യം ആൾ കണ്ടുപിടിക്കും. ഇതിൻ്റെ ഇടയിൽ ഇന്നുണ്ടായിരിക്കും 2 സംഭവങ്ങളുണ്ടല്ലോ. ഇത് സംഭവം എന്ന് വെച്ചാൽ വളരെ രസകരവും വിചിത്രവുമാണ്. തൊടുപുഴയിലുള്ള ഷിയാസ് എന്ന് പറയുന്ന അവിടുത്തെ DYFIയുടെ ഒരു നേതാവ്, അദ്ദേഹം ഈ ലഹരി വിരുദ്ധ പ്രവർത്തനം കൂടിയായി. എനിക്കൊരു സംശയം, എന്നെ അറ്റാക്ക് ചെയ്ത ടീമിൽ അവൻ ഉണ്ടോന്ന്, അവൻ പ്രതിയാണോന്ന് സംശയിക്കേണ്ടിരിക്കുന്നില്ല. കാരണം ഷിയാസിന് പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇയാളാവാൻ സാധ്യതയുണ്ട്. അന്ന് എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ വാഹനത്തിൽ ആക്രമിക്കാൻ വന്നതിൽ ഷിയാസ് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. നോക്കണം, പരിശോധിച്ചെടുക്കണം. ഏതായാലും ഇയാൾ ആള് ചില്ലറക്കാരനല്ല. ഇയാള് വലിയ ലഹരി വിരുദ്ധ ജാഥ വരെ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്. CPM. എന്നിട്ട് പിന്നീട് ഇയാള് ലഹരിയായിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തി പാർട്ടി ഇയാളെ ഒരു നടപടിയെടുക്കുകയും ഇയാളെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് ആർക്കൊക്കെ ചെയ്തു. ഇയാൾ അവിടെ തിരിച്ചു വരുന്നു. അയാൾ പറഞ്ഞു ഞാനിപ്പോൾ ഒരു മാന്യമായിരിക്കുന്നു എന്ന് പറയുന്നു. ശരി, അംഗീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇയാളെ CPM സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ കൈ ഒഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഈ CPIMന്റെ കാലത്ത്, അതായത് എക്കാലത്തും ഞാൻ ഈ പോലീസുമായിട്ട് സംസാരിച്ചും എന്നോട് അവർ പറഞ്ഞൊരു കഥയുണ്ട്. എക്കാലത്തും ലഹരി വിരുദ്ധ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഫണ്ടുണ്ട്. ഈ CPMന്റെ കാലത്ത് ഈ ഫണ്ട് മുഴുവൻ മാറ്റിക്കൊണ്ട് SFK DYFIക്കാരുമാണ്. പേരിന് വേണ്ടി ഇവർ ഈ പരിപാടി നടത്തും. ഇവരാണ് ലഹരി ഉപയോഗിക്കുന്നത്. അങ്ങനെ തന്നെ ഫണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ലഹരി കച്ചവടക്കാർ, ലഹരി വിൽപ്പനക്കാര്, ലഹരി ഉപയോക്താക്കൾ തന്നെയായിരുന്നു ഈ ലഹരി വിരുദ്ധ പരിപാടി. അതുകൊണ്ടാണ് ഈ CPMന്റെ കാലത്ത് ലഹരി വിരുദ്ധ പോരാളികൾ കുഴപ്പത്തിലായ രീതിയിൽ വാർത്തകൾ ഇഷ്ടംപോലെ ആൾ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, VD സതീശനുമായി ബന്ധപ്പെട്ട് ആ യൂത്ത് കോൺഗ്രസിന്റെ നേരത്തെ ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയപ്പെടുന്നത് പറയാൻ പറ്റില്ല, CPM പറഞ്ഞു വരുത്തുന്ന അയാളെ കുറിച്ച് എന്തെല്ലാം സംഭവങ്ങളാണ് സതീശന്റെ പേര് പറഞ്ഞത്. ദേശാഭിമാനി തലക്കെട്ട് കൊടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ലഹരി കച്ചവടം തന്നെ എല്ലാ ദിവസവും വാർത്തയാണ്. ഞാനിപ്പോ ദേശാഭിമാനി വായിച്ചൊരു തുടങ്ങിയിട്ടുണ്ടല്ലോ ദിവസം. അപ്പൊ എല്ലാ ദിവസവും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മുതൽ സകലരും ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ പയ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പണ്ടേ മറുപടി പറഞ്ഞു പോയതാണ്. മാത്രമല്ല, വളരെ പ്രത്യേകത ഒരു കാര്യം, ഇന്ന് DYFIയുടെ സംസ്ഥാന സമ്മേളനം തുടങ്ങിയാണ് തൃശ്ശൂർ. അതേ ദിവസം പ്രതിനിധിയായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങോട്ട് പോയതായിരിക്കും, കൊണ്ടുപോയതായിരിക്കും. സമ്മേളനത്തിൽ വിതരണം ഞാൻ കൊണ്ടുപോയത് സാധ്യത കളയാൻ പറ്റില്ല. വിചാരണയ്ക്ക് ഇത് കണ്ടില്ല, ഇലന്തൂർ നരബലി കേസിലെ പ്രതി അവൻ കോടതി കൊണ്ടുവന്നിട്ട് ബാത്റൂം പേര് തിരിച്ചു വന്നപ്പോൾ മടിയിൽ ഇങ്ങനെ കോടതി കേസിന്റെ വിചാരണയ്ക്ക് വന്നപ്പോൾ അവന്റെ ഹെറോയിനാണ്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും എല്ലാ DYFIക്കാരോട് പ്രതിനിധികളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവിടെ നമ്മൾ 2 ദിവസം അവിടെ കഴിയേണ്ടതാണ്, അവിടെ എല്ലാവരും ഓരോ പാക്കറ്റ് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ വല്ല ആയിരിക്കണം. അല്ലെങ്കിൽ വളരെ വിചിത്രമാണ്. ആരും ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഈ VD സതീശനുമായി ബന്ധപ്പെട്ട മറ്റേ സോഷ്യൽ മീഡിയ അയാളെ കുറിച്ച് പറയുന്നതിന്റെ ഒരു കാര്യവും ഇപ്പൊ ഇവർ പറയുന്നില്ല. സ്വന്തം പാർട്ടിയിലാണ് പിടിച്ച്. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിലേക്ക് കയറാം. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് വിഴിഞ്ഞമാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ CPMകാർ ഭയങ്കര കരച്ചിലും നിലവിളിയാണ്. അവർ പറയുന്നത്, ഇപ്പൊ ഞാനിന്ന് എനിക്ക് ഭയങ്കര ആവേശം തോന്നുന്നുണ്ട്. ഈ ദേശാഭിമാനി വായിക്കുമ്പോൾ ഭയങ്കര ആവേശം തോന്നുന്നു. അപ്പൊ ദേശാഭിമാനി ഇന്ന് ആദ്യം ഇങ്ങനൊരു സംഭവം നടന്നതിനെ കുറിച്ച് 1-ാം പേജിലൊന്നും വാർത്തയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ദേശാഭിമാനിയിലേക്ക് പോകുമ്പോഴും അവർ പറയുന്നത് ഈ ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണമൊന്നും പൂർത്തിയായിട്ടില്ല, കണക്ടിവിറ്റി പൂർത്തിയായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൂടെ പോയി അതിലേക്കൂടെ വിഴിഞ്ഞം പോകണമെങ്കിൽ അവിടെ ചെന്ന് കോവളത്തിൽ നിന്ന് തിരിച്ചു വന്നു. എന്നെ പൊന്നുവേ, ഈ കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചത് നിങ്ങളാണ്. ഈ അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട് ഒരു 100 ദിവസം ആയിട്ടില്ല. ഇതിനിടയിൽ ടെൻഡർ വിളിച്ച് പുതിയ നിർമ്മാണം നടത്താൻ സമയമില്ല.
ഔട്ടർ റിംഗ് റോഡ് പൂർത്തിയായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. എനിക്ക് അതിശയിച്ചൊരു കാര്യം, ഞാൻ ഇന്നാണ് അതിനെ സീരിയസ് ശ്രദ്ധിച്ചത്. ഞാൻ ഈ വിഴിഞ്ഞം പദ്ധതിയായിട്ട് നിരവധി പ്രമുഖരോട് സംസാരിച്ചു. ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഈ ആളുകളോട് സംസാരിക്കും. അപ്പോൾ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, വിഴിഞ്ഞം പദ്ധതി 2012 13 14 കണ്ട് 12 13 കണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അപ്പോൾ അത് അവർ പണി തുടങ്ങുന്നു. ഈ പണി തുടങ്ങുമ്പോൾ എത്ര 1000 ദിവസം കണ്ടേ കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ത്? ഈ പരിസരത്ത് കണക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് ഈ പദ്ധതി അവിടെ വന്നാൽ ഈ പദ്ധതി പ്രദേശത്തേക്ക് വീതിയുള്ള റോഡ് പോകണം, പദ്ധതി പ്രദേശത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഹൈവേയിലേക്ക് കണക്ഷൻ വേണം, പദ്ധതിയിൽ നിന്നുള്ള ചരക്കുകൾ റെയിൽവേ ലൈനുമായി കണക്ട് ചെയ്യണം. റെയിൽവേ ലൈൻ വേണോ? അതിന് വേണ്ടി വേണമല്ലോ, അങ്ങോട്ട് വേണം. ഇവിടെ റെയിൽവേ ലൈൻ ഇല്ലല്ലോ, ഒന്നുമില്ല. ഈ പറയുന്ന വിഴിഞ്ഞത്ത് റെയിൽവേ ലൈൻ ഇല്ലല്ലോ. ശരിക്കും ബാലരാപുരത്ത് അങ്ങോട്ട് ബാലരാപുരത്ത് പുതിയ ലൈൻ ഉണ്ടാക്കണം, ആവശ്യത്തിന് ലൈൻ ഉണ്ടാക്കണം. മാത്രമല്ല വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ അത് പ്രാവർത്തികമാകണമെന്നുണ്ടെങ്കിൽ വെയർഹൗസുകൾ വേണം, കണ്ടെയ്നർ പാർക്കിംഗ് സെന്ററുകൾ വേണം, ഈ കോൾഡ് സ്റ്റോറേജുകൾ വേണം. ആ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ പരമാവധി സ്ഥലങ്ങൾ ഏറ്റെടുത്ത് ഇത് സംരംഭകരെ കൊണ്ടുവന്ന് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കണം. ഇതൊന്നും ഇവർ ചെയ്തില്ല. കാര്യം 10 വർഷമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം 10 വർഷവും ചില്ലറ അവർക്ക് കിട്ടി. കണക്ടിവിറ്റി, റോഡിന്റെ കണക്ടിവിറ്റി ഒന്നും ചെയ്തു. അതായത് വിഴിഞ്ഞം പദ്ധതിയിൽ വിഴിഞ്ഞം പൂർത്തിയായി, അവർ ഭംഗിയായിട്ട് ചെയ്തു, അവിടേക്ക് കപ്പൽ വരാൻ തുടങ്ങി, ഇവിടുന്ന് കപ്പൽ അങ്ങോട്ട് പോകാനും തുടങ്ങി. അതിന് കസ്റ്റംസിന്റെ ഒരു ക്ലിയറൻസിന് പ്രശ്നമാണ്, അതിലവർ കൊടുത്തു. ആണ് ഈ കസ്റ്റംസ് ഓഫീസർ പ്രിവന്റീവ് കമ്മീഷൻ ഒരു ടിജു തോമസ് പറഞ്ഞ മലയാളിയാണ്. അദ്ദേഹം വളരെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ട് അതെല്ലാം ശരിയാണ്. മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹം പറഞ്ഞിട്ടാണ് പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അദ്ദേഹം സർക്കാർ കുറെ മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ട് ഒരൊറ്റ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോട് ഇന്ന് ഈ വിഷയം അറിഞ്ഞിട്ട് ഞാൻ വിളിച്ചു അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പം അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവിടേക്ക് ഈ ഫ്ലൈറ്റുകൾ വരണമെങ്കിൽ, അതായത് കണ്ടെയ്നറുകൾ വരണമെങ്കിൽ, ഇപ്പം നിങ്ങൾ ആലോചിക്കേണ്ട, ഇപ്പം ഞാനൊരു ഉൽപ്പാദകനാണെങ്കിൽ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഞാൻ ചെയ്യേണ്ട വിധത്തിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ എവിടെയെങ്കിലുമൊക്കെ ഞാൻ ഓർഡർ പിടിക്കും. ഇപ്പോൾ പച്ചക്കറി, അപ്പോൾ അവിടുത്തെ വലിയ ബൾക്കായിട്ടുള്ള കടകളിലേക്ക് ഞാൻ സാധനം കയറ്റി വിടുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഞാനത് വളരെ ശാസ്ത്രീയമായി ശീതീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കയറ്റി വിടണമെങ്കിൽ ഇതിന് കപ്പലവിടെ കിടക്കുമല്ലോ, ആഴ്ച 2 ദിവസമല്ലേ വരുന്നുള്ളൂ. ഈ സമയത്ത് അവിടെ കൃത്യമായി സ്റ്റോർ ചെയ്യാനും ഈ സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്ന് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അപ്പോൾ ഇത് മാത്രമല്ല, കണ്ടെയ്നർ പാർക്ക് ചെയ്യണം. ഇഷ്ടംപോലെ കണ്ടെയ്നർ ഏറ്റവും വലുത്. അത് പാർക്ക് ചെയ്യാം. ഇതിനൊന്നും ഇവിടെ നിന്ന് വരുന്ന ലോറിക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം ഒരുക്കിയിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് ചെയ്തില്ലെങ്കിൽ തൂത്തുക്കുടിക്കാർ കൊണ്ടുപോകും. അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അവിടേക്ക് സാധനം വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരൊരു ഓൾട്ടർനേറ്റീവ് സംവിധാനം കണ്ടെത്തി പിന്നെ ഇവിടെ ഒരിക്കലും നന്നാവില്ല. ഓർമ്മയുണ്ടോ, UPA സർക്കാരിൽ DMK ഷിപ്പിംഗ് വകുപ്പ് ചോദിച്ചു വാങ്ങിച്ചു, എന്നിട്ട് കൊണ്ട് തുടങ്ങുമ്പോൾ നന്നാക്കിയവര് അല്ല. എന്നിട്ട് ഇത് അദ്ദേഹം പറഞ്ഞതിനോട് കഥ. അപ്പം മുഖ്യമന്ത്രി ചോദിച്ചു എന്താണ് പരിഹാരം. പറഞ്ഞു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് പറഞ്ഞ സ്ഥാപനത്തിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ അനുബന്ധ വികസനത്തിന്. അവർ ബാലരാമപുരത്ത് ഇതിനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ കാശ് കൊടുത്താലേ കിട്ടത്തുള്ളൂ, അത്ര നിസാര കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ബജറ്റിൽ ഉൾപ്പെടുത്തി 3-ാം ദിവസം ബജറ്റ് പ്രഖ്യാപിച്ചു, കാശ് വിട്ടുകൊടുത്തു. അവർ നടപടിക്രമങ്ങൾ ആരംഭിച്ച് നിർമ്മാണം തുടങ്ങി. ക്രെയിൻ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ടായിരിക്കും ഇന്നലെ സംഗതി യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾ വരും. അതാണ് ഭരണാധികാരിക്ക് വേണ്ട കഴിവെന്ന് പറയുന്നത്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കാൻ പറ്റണം. എനിക്ക് തോന്നുന്നു അച്യുതമേനോന്റെ ഒക്കെ ഒരു ലൈനിലാണെന്ന് BD സതീശൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ കരമനയാറ് ഞങ്ങളെ നാട്ടിലാണ് ഒഴുകുന്നത്. അവിടെ അരുവിക്കര ഡാം ഉണ്ടായിരുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്ത് വലിയ ജലക്ഷാമം വന്നപ്പോൾ തിരുവനന്തപുരത്ത് ജലം എത്തിക്കുന്ന കരമനയാറാണ്. പേപ്പാറ ഡാം കെട്ടണമെന്നുള്ള ആ ഐഡിയ വന്ന അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ്. ഇടുക്കി പദ്ധതി, കെൽട്രോൺ, എത്ര നമ്മൾ ഇന്ന് കേരളത്തിൽ ശ്രീത്ര മെഡിക്കൽ സെന്റർ, അത് എല്ലാ അച്യുതമേനോൻ എന്നുള്ള ഒരു ശക്തനായ ഭരണാധികാരിയുടെ വീക്ഷണമാണത്. BD സതീശനും ഈ നമ്മൾ അച്യുതമേനോനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പ്യൂർലി അക്കാഡമിക് ആയിരുന്ന ഒരാളായിരുന്നു. സതീശൻ ആ ഒരു ലൈനിലാണ് പോയി. പക്ഷേ ഈ അച്യുതമേനോൻ വേണ്ടതുപോലെ ആഘോഷിക്കപ്പെടുന്നില്ല അല്ലേ? അതാണ് സത്യം അല്ലേ? ഇത്രയും വലിയ മാറ്റങ്ങൾ. ഇപ്പം ഞാൻ ശ്രീധര കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ശ്രീധര ഇതാരാ കൊണ്ടുവന്നത്? ഈ നമ്മുടെ KPP നമ്പ്യാരെ കൊണ്ടുവന്നായിരുന്നു അച്യുതമേനോൻ. മാത്രമല്ല അതിൽ രസകരമായ കാര്യമല്ല, KPP നമ്പ്യാരെ പോലെ ഒരാളെ കൊണ്ടുവരുമ്പോൾ TV തോമസാണ് വ്യവസായ മന്ത്രി. KPP നമ്പ്യാർ ടാറ്റാസിൽ വലിയ ശമ്പളത്തിൽ ജോലിയാണ്, അതിൻ്റെ പകുതി ശമ്പളം പോലും ഇവിടെ കൊടുക്കാൻ കഴിയില്ല. പക്ഷേ KPP നമ്പ്യാർ തയ്യാറായി. അദ്ദേഹം EK നായരുടെ അടുത്ത ബന്ധുവാണ്, നമ്മൾ ഓർക്കണം. അത് വരാൻ തയ്യാറായി. പക്ഷേ അദ്ദേഹം ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, എനിക്ക് കേരള സംസ്ഥാനത്തിൻ്റെ ഈ ഇലക്ട്രോണിക്സ് സെക്രട്ടറി പോസ്റ്റ് കൊണ്ട് തരണമെന്നാണ്. അത് IAS കൊടുക്കണം, ഗവൺമെന്റ് സെക്രട്ടറി. സാഹചര്യപ്പെടുത്ത IAS എതിർത്ത് അച്യുതമേനോൻ സെക്രട്ടറി സാധനം അയാൾ എനിക്ക് സെക്രട്ടറി പോയി ഓമാരം വെച്ച് നിൽക്കാൻ പറ്റുന്നു, IAS വെച്ചത് ഫൈൻ അടിച്ചോണ്ട്. അപ്പം ഞാൻ എനിക്ക് ഒപ്പിട്ടെടുക്കാം. അതുകൊണ്ടാണ് കെൽട്രോൺ ഇത്രയും വലിയതായിട്ട് പോയി. പിന്നീട് നമ്പ്യാരെ പാവത്തിന് CPM മോചി അടിക്കും.
ഈ കെൽട്രോൺ ഇന്നത്തെ ഈ ഒരു പിന്നെ ഒരു മോശമായ അവസ്ഥയിൽ നശിച്ചു പോയി. പണ്ട് ഞാൻ ഒരു 30 വർഷം മുമ്പ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ, ഞാൻ സ്പോർട്സ് റിപ്പോർട്ടിംഗ് കണ്ട് ഡൽഹിയിൽ ചെല്ലുമ്പോൾ അഭിമാനം തോന്നിയിരുന്നു. ഡൽഹിയിലെ ട്രാഫിക് ലൈറ്റുകൾ അല്ലെന്ന് തോന്നുന്നു. നമുക്ക് അഭിമാനം തോന്നിയിരുന്നു കെൽട്രോൺ. അല്ല, അതുപോലെ ആയിരിക്കണം വി ഡി സതീശനും. അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ട് കൃത്യമായിട്ട്. വിഷനുള്ള ഒരു ഭരണാധികാരിക്ക് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ല, ഈ വിഷൻ ഉണ്ടാവണം, അതാണ് ആദ്യത്തേത്. 2, ഡിസിഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിരിക്കണം. നിയമ നടപടികളെല്ലാം എന്നോട് ഇദ്ദേഹം പറഞ്ഞ ടിജു സാറ് പറഞ്ഞത് ആ ഉടനടി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തുകയാണ്. ബജറ്റിന് വേണ്ടി അദ്ദേഹം അവിടെ ഇരിക്കുവാണ്, ഈ അപ്പൊ തന്നെ അതിന്റെ ഫയലുകൾ വിളിച്ചു വരുത്തുന്നു, കാര്യങ്ങൾ പരിഹരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് ബജറ്റ് ഇത് ഉൾപ്പെടുത്തി ഇറങ്ങുവാണ്, ഫണ്ട് ഇറങ്ങും, പേടിക്കേണ്ട കാര്യമില്ല, അലോക്കേഷനായി. അപ്പൊ ഈ ഒരു ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പം അത് ഞാൻ അവിടെ ഇവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറാണ് മഹേഷ്, അദാനിയുടെ സുഹൃത്താണ്. അപ്പൊ ഞാൻ മഹേഷിനെ വിളിച്ചു ചോദിച്ചു. മഹേഷ് പറഞ്ഞു, ഒരു 100 സംരംഭകരെങ്കിലും ഇവിടെ തുടങ്ങാൻ ക്യൂ നിൽക്കുവാണ്, അവർക്ക് സ്ഥലം വേണം, സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. 100 സംരംഭം. കാരണം വെച്ചാൽ വെയർ ഹൗസിങ്ങുകളെ, കോൾഡ് സ്റ്റോറുകളെ, പാർക്കിംഗ് ഏരിയകളെ, എന്തോ അതായത് ഇത് നമുക്ക് വിചാരിക്കാൻ കഴിയുന്ന അപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങൾ വരികയാണ്. മാത്രമല്ല, പോർട്ടലാകുമ്പോഴേ ചെറുകിട കമ്പനി വൻകിടകളായിരിക്കും. അത് ഈ ആളുകൾക്ക് ഇതുവരെ പിടികിട്ടാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെയാണ് ഈ കാര്യം ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ഈ മദർഷിപ്പ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും എന്താണ് ഈ മദർഷിപ്പ് നമുക്കറിയത്തില്ല. അതായത് ഇവിടെ നിന്ന് ഈ ഇന്ത്യയിൽ വിഴിഞ്ഞ ഉൾപ്പെടെ 3 ഈ സീപോർട്ടിൽ മാത്രമേ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് കയറ്റി വിടാനുള്ള സംവിധാനമുള്ളൂ. അതായത് വലിയ കപ്പൽ വരുന്നിട്ട് കയറ്റി വിടാനുള്ള. അത് ചെന്നൈയിലില്ല. ചെന്നൈ ഞാൻ ഓർത്തോണ്ടുന്നെ മുംബൈ പോലെ തന്നെ വലിയ നടക്കണം. എൻ്റെ സുഹൃത്തുക്കളെ ലോഞ്ച് ചെന്നൈയിലില്ല. ഇവിടെ മുംബൈയിലും മുന്ദ്രയിലും വിഴിഞ്ഞത്ത് ഗുജറാത്തിൽ അതാണല്ലോ വലിയ സാധനം. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പൊ ഞാൻ ഇന്നലെ സുരേഷിനോട് സംസാരിച്ചു. നമ്മുടെ ഈ നിലമേൽ ഇതിന്റെ ഫുഡ് എക്സ്പോർട്ട് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് യൂറോപ്പിലേക്ക് ഇന്നലെ സ്പെയിനിലേക്ക് കയറ്റിവിട്ടു, ഭക്ഷണ സാധനങ്ങൾ കയറ്റിവിട്ടു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹം കണ്ടുപിടിച്ചു. ഉള്ളത് പറയാലോ, എനിക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു. പക്ഷേ ഇദ്ദേഹമാണ് ഈ ഇത്തരം വലിയ ബിസിനസ്സാണ് എനിക്കറിയാം. ഞാൻ താമസിക്കുന്നതിന് തൊട്ടപ്പുറത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീടാണ്. പക്ഷെ ഞങ്ങൾ വില്ലേക്കകത്തും അദ്ദേഹത്തിൻ്റെ പുറത്ത് സ്വന്തം ക്യാമ്പസിലാണ്. അദ്ദേഹത്തിന് എനിക്കറിയാം, വർത്താനം പറയാനും. പക്ഷെ അദ്ദേഹം എക്സ്പോർട്ടാണെന്നറിയാം. പക്ഷെ ഇത്രയും വലിയ എക്സ്പോർട്ടാണെന്ന് ഞാൻ ഇപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ കേട്ടുന്നത്. ഇവിടെ ഉദ്ഘാടനത്തിന് ആദ്യത്തെ കപ്പൽ ഇങ്ങനെയാണെന്ന് എനിക്കറിയുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞൊരു കഥ എനിക്ക് പിടികിട്ടാത്തൊരു കാര്യമുണ്ട്. അതായത് കൊച്ചിയിൽ നിന്നായിരുന്നു സാധനം അയച്ചിരുന്നത്. കൊച്ചിയിൽ നിന്ന് അയക്കുന്ന സാധനത്തിന് 58-60 ദിവസം എടുക്കും. ഇവിടുന്ന് 22 ദിവസം കൊണ്ട് ചെല്ലും. അതെങ്ങനെ ഇത്രയും വ്യത്യാസം? കൊച്ചിയിൽ തിരുവനന്തപുരം 22 ദിവസം വ്യത്യാസം നമുക്ക് സ്വാഭാവികം. ഞാനപ്പോൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് തിരുവനന്തപുരം ഭാഗത്തുള്ള സാധനങ്ങൾ ഇദ്ദേഹം വലിയ ട്രെയിലറിലാണ് കൊച്ചിയിലെത്തുന്നത്. ഈ കൊച്ചിയിലെത്തിക്കുന്ന ട്രെയിലറിന്റെ കൂലി 40,000 രൂപയാണ് ഒരു ലോഡിന്. അങ്ങനെ അവിടെ ചെല്ലുന്ന ഈ സാധനം അവിടെ അൺലോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അവിടെ സൗകര്യമുള്ള സമയത്തെ ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു അൺലോഡിങ്ങും ലോഡിങ്ങുമായി. അത് ചെറുകപ്പലാണ് ഈ കൊച്ചിയിൽ നിന്ന് പോകുന്നത്. ഈ ചെറുകപ്പലിന് ഇത് പോകുന്നത് ഒന്നെങ്കിൽ ദുബായിക്ക്, അല്ലെങ്കിൽ കൊളംബോയ്ക്ക്, അല്ലെങ്കിൽ സിംഗപ്പൂരിനാണ്, അല്ലെങ്കിൽ ബോംബെക്ക്. ഇവിടേക്കാണ് ഇത് പോകുന്നത്. അവിടെ വീണ്ടും കിടക്കും 1-2 ആഴ്ച. കാരണം എന്ന് വെച്ചാൽ ഓർഡർ അനുസരിച്ച് കയറ്റിവിടത്തുള്ളൂ. ഒരു സ്ഥലത്തേക്ക് പോകുന്ന, യൂറോപ്പിലേക്ക് പോകുന്ന ഒരു കപ്പൽ ആഴ്ച ഒന്നുള്ളെങ്കിൽ അവിടേക്ക് ഒരുപാട് സാധനം വേണം. അതിന്റെ സീനിയോറിറ്റി അനുസരിച്ച് കയറ്റിവിടത്തുള്ളൂ. ഇത് കൃത്യമായി സംരക്ഷിക്കണം. ഇത്രയും ദിവസം അങ്ങനെയാണ് ഈ 2 മാസം എടുക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നേരിട്ട് ഡയറക്റ്റ് സാധനം സ്വീകരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ എപ്പോഴാണോ ഒഴിവുണ്ടാകുന്നത് ആ സമയത്തേക്ക് കയറ്റിവിട്ടാൽ മതി. കപ്പൽ വന്നു, നമ്മുടെ ബുക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പ്രോഡക്റ്റ് അവിടെ ചെന്നാൽ മതി. അപ്പോൾ തന്നെ കപ്പലിലേക്ക് സാധനം കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. കാരണം ഡയറക്റ്റ് പോവല്ലേ. 28 ദിവസം കൊണ്ട് ഇത് സാധനം. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വേറെ തമാശ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വി ഡി സതീശന്റെ ഒരു പ്രസംഗം ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞില്ല, ഇവിടുന്ന് സാമ്പാറും എന്താണ് ഇത് പരിപ്പോടെ എല്ലാം നമ്മൾ കൊണ്ടുപോകുന്നു പറഞ്ഞപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ കളിയാക്കലാണ് ആശാന്മാർ വന്നിട്ട്. ഇതെങ്ങനെ സാധ്യമാവും എന്ന് ചോദിച്ചത്. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാനും ജസ്റ്റിനും കൂടെ ഇതിൻ്റെ ഈ നിലമേലിൻ്റെ സൈറ്റ് എടുത്ത് നോക്കി. അപ്പോൾ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, സാമ്പാറും എല്ലാം ഉണ്ട്. ഇത് വിദേശത്തേക്ക് ബേസിക് സാധനം ഇവർക്കത്ര. അതായത് ഞാൻ ഇംഗ്ലണ്ട് താമസിച്ചിരുന്നപ്പോൾ എനിക്ക് ചെന്ന സമയത്ത് ഒരു 20-25 കൊല്ലം മുമ്പ് ചെന്ന സമയത്ത് ഞാൻ കുട്ടനാട് ഈ മുഹമ്മയിലുള്ള ഒരു ജെയിംസ് യോഗിയ വീട് എന്ന് പറഞ്ഞൊരു, അദ്ദേഹം മരിച്ചു പിന്നെ, അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ഒരു സീനിയർ മലയാളി. അദ്ദേഹം വീട്ടിൽ ചെല്ലും. ഒരു ഓണത്തിന് ചെന്നപ്പോൾ ഓണത്തിൻ്റെ തലേദിവസം പോലെ അദ്ദേഹം ഭക്ഷണ നിർമ്മാണമാണ്, നമ്മളെല്ലാം സഹായിക്കാൻ കൂടി. അപ്പം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും
എടാ മോനെ ഇത് ഞാനിത് ഇതെല്ലാം ഓരോന്ന് പീസാക്കി ഓരോ ദിവസം ഫ്രീസ് ചെയ്ത് വെക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് ഇത്ര കാലം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അൺഫ്രീസ്. അങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾ ഫുൾ ഫുഡ് ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെച്ചാൽ നമുക്കെടുത്ത് ചൂടാക്കി കഴിക്കാം. ഇത് ബിലോ 18 ഡിഗ്രി സെൽഷ്യസോ മറ്റോ അങ്ങനെ എന്തോ ഒരു കണക്കുണ്ടോ? കണക്കെടുത്ത് എനിക്ക് അറിയില്ല. മൈനസ് ആയിരിക്കും. അല്ലെ അങ്ങനെയാണ് എല്ലാ ഫുഡ് ഐറ്റംസും. ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ അവിടെ UK വിദേശത്തൊക്കെ കിട്ടാത്തായിട്ടൊന്നുമില്ല. എല്ലാം ഫ്രോസൺ ആണ്. ഇപ്പം മറ്റേ ബിശ്വാസ് എന്ന് പറഞ്ഞ പാലാ കേന്ദ്രീകരിച്ചൊരു വലിയൊരു എക്സ്പോർട്ട് കമ്പനിയുണ്ട്. ഡെയിലി ഡിലൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ കമ്പനികളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റിവിടുന്നത് ഈ ഫ്രോസൺ സാധനങ്ങളാണ്. ആ ഫ്രോസൺ സാധനങ്ങൾ അവിടെ ഫുൾ ഫിനിഷ് ചെയ്ത സാധനമാണ്. അത് പരിപ്പോടിയാവാം, സാമ്പാറാവാം, കുമ്പളപ്പം ആവാം. അത് കൃത്യമായി ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ട് വിടുക. ഇതൊന്നും ഇവർക്ക് അറിയാത്തതുകൊണ്ടാണ്. ഒരു വിവരക്കേടാണെന്നാണ് താഴെ ഒന്ന് കമന്റുകൾ. സാമ്പാറോ എന്ന് വെച്ചത് എന്തൊക്കെ കളിയാക്കുകയാണ് ഇത്. ഓർമ്മയുണ്ടോ മറ്റേ ഗോതമാഷ് മറ്റേ അപ്പം വയ്ക്കാൻ പോയ കഥ പറഞ്ഞില്ല, കൂറ്റിനകത്ത് ട്രെയിനിൽ കയറി. അപ്പം അതിന് ശരിക്കും നാണം കെട്ടു. അതിന് ബദലായിട്ട് എന്നാൽ ഞങ്ങളുടെ നേതാവ് അപ്പം വയ്ക്കാൻ പോയി പരാജയപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നേതാവ് ബാക്കി കേരളത്തിലെ മുഖ്യമന്ത്രി സാമ്പാർ വയ്ക്കാൻ നടന്നു പരാജയപ്പെടുന്ന. ഇത് ഇവർക്ക് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇവന്മാരിത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പൊ കിടന്ന് നിലവിളി, ബഹളം, കാറിച്ച എന്താ ചെയ്യുന്നത്? എനിക്ക് എന്തായാലും ഇവർക്ക് പറ്റിയ ആള് സതീശനാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അല്ല, സതീശന് മറുപടി ഇന്നും പത്രസമ്മേളനത്തിൽ നോക്കൂ, അടിച്ച് തകർത്ത് അങ്ങ് കൊടുക്കുക. ഇന്നലെ മറ്റേ ഇതുണ്ടല്ലോ, കിറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞല്ലോ. അല്ല, ഇന്ന് കേരള കൗമുദി ഉണ്ടോ? ഇന്നത്തെ കേരള കൗമുദി വിശദമായി തന്നെ കേരളത്തിന്റെ ഈ അടുത്ത കാലത്തെങ്ങും ഇത്രയും ഒരു ഓണക്കാലത്ത് ഇത്രയും റേഷൻ കടയിലും മാവേലി സ്റ്റോറിലും എല്ലാ ആവശ്യത്തിലധികം സാധനങ്ങൾ കിറ്റുകളെല്ലാം കൃത്യമായിട്ട് ഓണം തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ അതായത് 6 ലക്ഷത്തോളം കിറ്റ് ഉണ്ടാക്കി. അത്രയും കിറ്റ് വേണ്ട, റെഡിയാണ്. പക്ഷേ ദേശാഭിമാനി പറഞ്ഞത് 12,000 പേർക്ക് കണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ല, അത് അത്രയും പേരെ മേടിച്ചിട്ടുള്ളൂ. ഏതാണ്ട് 70,000 പേരെ മേടിച്ചുള്ളൂ. ഈ ദിവസങ്ങൾ ആള് തിരക്കായിരിക്കും. ഓണായത് വരുന്നില്ലേ ഉള്ളൂ. ഓണം അടുത്ത ആഴ്ചയാണ്. അടുത്ത ആഴ്ചയിലെ അപ്പൊ ഈ സാധനങ്ങൾ അവിടെ എത്തി. 3 ലക്ഷത്തോളം ഇതിനോടകം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. ബാക്കി 3 ലക്ഷം വരും. 5 ലക്ഷം സംതിങ് മതിയെങ്കിൽ 6 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന് കൃത്യം കണക്കും പുള്ളി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇവന്മാരുടെ ഇത്തരത്തിലും നുണകൾ ഈ കഴിഞ്ഞ 3-4 ദിവസം ദേശാഭിമാനി മുഴുവൻ ഈ നുണയായിരുന്നു. ഇവന്മാരും രക്ഷയില്ല കേട്ടോ നുണ. ഇപ്പൊ ഞാൻ വായിക്കുന്ന ആളുകൾ വായിക്കായിരിക്കും. ചിലർ പറഞ്ഞു നിങ്ങൾ എന്തിനാ ദേശാഭിമാനിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നത് ചോദിച്ചു. നമ്മുടെ അടുത്ത വിഷയം ഏതാണ്? അടുത്ത വിഷയം ശരിക്കും പറഞ്ഞാൽ റിയാസിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. നമ്മളെല്ലാം കരുതിയിരുന്നത് ഈ അന്വേഷണം അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞു, ഇത് ഏതോ അന്തർധാര വീണ്ടും വന്ന് സംഗതി തീർന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അവർ വളരെ ശക്തമായ നീക്കം തന്നെയാണ് ഇന്നലെ നടത്തിയത്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ, അത് പലരും ഈ ഇന്ന് ദേശാഭിമാനി, നമ്മൾ ദേശാഭിമാനി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ദേശാഭിമാനിയുടെ വായനക്കാരനായതുകൊണ്ട് ദേശാഭിമാനിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദേശാഭിമാനി പറയുന്നത് രാഷ്ട്രീയ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി CPM നേതാക്കളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. അപ്പൊ ഒറ്റ ചോദ്യം, ഈ നിഖിൽ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെക്കാൾ കൂടിയ നേതാക്കളൊന്നും CPM-ന് ED-ക്ക് പക വീട്ടാനില്ലായിരുന്നു. പക ജില്ലാ സെക്രട്ടറി മോഹനനെ പിടിച്ചാൽ പോരെ? മതി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്. അല്ലെ പിന്നെ റിയാസിന് വീട്ടിലൊന്നുകൂടെ പോകായിരുന്നല്ലോ. അത് ശരിയാണ്. റിയാസിന്റെ വീട്ടിൽ പോയിട്ടില്ല. റിയാസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പിണറായി വിജയന്റെ മകൾ മഹാ അഴിമതിക്കാരിയാണ്. പിണറായി വിജയന്റെ മകൾക്ക് മാസപ്പടി കിട്ടുന്നുണ്ടായിരുന്നു. ഈ മാസപ്പടി കൊടുത്തത് കരിമണൽ കർത്തയാണ്. നമുക്ക് തെളിവുള്ള മാസപ്പടി, പക്ഷെ തെളിവില്ലാത്ത മാസപ്പടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള, ഞാൻ പണ്ട് പറഞ്ഞു, എനിക്ക് പരിചയമുള്ള ഒരാൾ ഒരു സ്ഥാപനത്തെ ഇവർ അപ്രോച്ച് ചെയ്യാണ്, ഈ മാസപ്പടി ടീംസ്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് തരണം. അവർ പേടിച്ചു പോയി. പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്ക് ബിസിനസ് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ പണിയാവൂലേ, ദുരന്തമാവുന്ന അവർക്കറിയാമല്ലോ. അവരതുകൊണ്ട് എന്ത് ചെയ്തു? അയ്യോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒരു ബിസിനസ്സും ഇവർ ചെയ്തു തരത്തില്ലെന്നറിയാം, കൃത്യം കാശ് കൊടുത്തു. പക്ഷെ ഇവർ ഒരു പണി മാത്രം ചെയ്തു. പണി ഉണ്ടാവുമെന്ന് അറിയാവുന്നത് കാരണം അവർ കൃത്യമായി ഇൻവോയ്സ് അയക്കുകയും കൃത്യമായി വർക്ക് ഓർഡർ അയക്കുകയും കൃത്യമായി വർക്ക് ചെയ്യിപ്പിച്ച് അതിന്റെ രേഖ ഉണ്ടാക്കി വെക്കും. സാങ്കേതികമായ ED വന്ന് അവരോട് പറഞ്ഞു ഫയൽ തരാൻ പറഞ്ഞു. കാരണം പൈസ അവരെടുത്ത് കൊടുത്തു. അവർ നോക്കുമ്പോൾ ഈ സർവീസിനെ എല്ലാ വർക്കും ഇവർ വർക്ക് ചെയ്ത വേറെ വല്ലതായിരിക്കും, അവരുടെ ഇന്റേണൽ ടീമായിരിക്കും. പക്ഷെ വർക്ക് ഇവർ കണക്കിലുണ്ട്. കണക്കിൽ വന്നതോടെ ED-ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എത്ര പേരിൽ നിന്ന് ഇങ്ങനെ പണം അവർ വാങ്ങിയിട്ടുണ്ടാവും. ഇതെല്ലാം വരുമ്പോ മനസ്സിലാക്കേണ്ടത് ഈ അഴിമതിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതും ഈ അഴിമതിയുടെ ഭാഗമായി. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ 5 പേർക്ക് നോട്ടീസ് വന്നത്? വീണ വിജയന്റെ ചുവന്ന ഡയറി ED അന്ന് പിടിച്ചു. അത് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തെ വീട്ടിൽ ഒരിക്കലും ആരും കയറില്ല എന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. അല്ല, അങ്ങനെയല്ല. ഇവരെ ED ബുദ്ധിയോടെ ചെയ്തത്. ക്ലിഫ് ഹൗസിൽ കയറാതിരിക്കുമായിരുന്നു.
ക്ലിഫ് ഹൗസിൽ നീ സാധനം എല്ലാം കൊണ്ട് മാറ്റിയിട്ട് അതിന്റെ പിറ്റേ ദിവസം കയറി. പെട്ടെന്ന് കയറി. അപ്പം ഇവർക്കറിയാം ഇതൊന്നും അടുക്കത്തില്ല, എല്ലാം ഒരെണ്ണത്ത് കാണുന്നത് കറക്റ്റായിട്ട് ഒരു മുറിക്കകത്ത് നിന്ന് കൂട്ടിയിട്ട് സാധനത്തിൽ നിന്ന് പറക്കെടുത്തെല്ലാം അങ്ങനെ ചുവന്ന ഡയറി ഡയറിക്കകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഇന്നയാൾക്ക് ഇത്ര രൂപ, ഇന്നയാൾക്ക് ഇത്ര രൂപ, ഇന്നയാൾക്ക് ഇത്ര രൂപ. ആ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തപ്പി നോക്കി കഴിഞ്ഞപ്പോൾ വീണയുടെ ആയിട്ട് അവർക്ക് സാമ്പത്തിക ഇടപാടുണ്ട്. അന്ന് ഫോണിൽ കൂടെ വീണ ഇവരെ വിളിപ്പിച്ചെന്നാണ് പറയുന്നത്. സൗഹൃദം അറിയാലോ. അത് കഴിഞ്ഞ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഇവിടെ ഒരു ദന്തൽ സ്ഥാപനം നടത്തുന്നുണ്ട്, ഒരുത്തിന് മാർബിൾ കടയുണ്ട്. ഇവരന്മാരെല്ലാം ഡിവൈഎഫ്ഐ നേതാക്കളാന്ന് ഓർക്കണം. എനിക്ക് തോന്നുന്നു ഈ നിഖിലിനെ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കോഴിക്കോട് പരിചയപ്പെട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അയാൾ ആ ബീച്ചിന്റെ അടുത്ത് ഒരു ഓഫീസൊക്കെ ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ അവിടെയുള്ള കൊച്ചു മുതലാളിമാരൊക്കെയാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ. ആ രീതിയിലാണ് കാര്യം. ഇവരെല്ലാം റിയാസിന്റെ സുഹൃത്തുക്കളാണ്. സ്വാഭാവികമായിട്ടും അവരുടെ വീടുകൾ റെയ്ഡ് നടത്തണം, അവിടുന്ന് രേഖകൾ പരിശോധിക്കണം. ഇതൊക്കെ സ്വാഭാവികമാണല്ലോ, ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ്. വളരെ കൃത്യമാണ് അവരെ നീക്കങ്ങളെ. അപ്പൊ ഇവരെല്ലാം വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഒരു സംശയം വേണ്ടി ഇവരെല്ലാം വിളിപ്പിച്ച് ചോദ്യം ചെയ്യും. റിയാസിനെയും വിളിച്ച് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അവസാനം പിണറായി വിജയനെ വിളിപ്പിക്കും. ഉറപ്പല്ലേ പിണറായിയിലേക്കുള്ള, കാരണം ഇതിലെ യഥാർത്ഥ ലാഭമുണ്ടാക്കിയിരിക്കുന്ന ആൾ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനാണ് ഈ ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലം നൽകാൻ അങ്ങോട്ട് സേവനം ചെയ്തു കൊടുത്തു. ആ സേവനമാണ് അഴിമതി. ഖജനാവിൽ പണം കിട്ടേണ്ടതാണ് കരിമണൽ വഴി. ആ പണം ഒരു പണിയും ചെയ്യാത്ത ആളിന് കൊടുക്കുകയാണ്, ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അതുകൊണ്ടാണ് ഇപ്പൊ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല, ഒരു സംശയവും വേണ്ട. ഇഡി കൃത്യമായി തന്നെ അവർക്കൊരു പ്ലാനുണ്ട്. പിണറായി ആ തിരുട്ടു കുടുംബമുണ്ട്, തൈക്കുണ്ട് തിരുട്ടു കുടുംബം. ഈ തൈക്കുണ്ട് തിരുട്ടു കുടുംബത്തിന്റെ കംപ്ലീറ്റ് ഇടപാടിനും അവര് പിടിച്ചിരിക്കുകയാണ്. അതെനിക്ക് കരഞ്ഞിട്ട് കാര്യം CPM നേതാക്കൾ കാര്യം വേറെ പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. ഈ CPMന്റെ വിശാല സംസ്ഥാന സമിതി വന്ന് നടക്കാൻ പോണ അടുത്ത മാസം കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് അതിന്റെ സംഘാടകരായിരിക്കും ഇവരൊക്കെ. ഈ നിഖിലും റിയാസൊക്കെ ആയിരിക്കും സംഘാടകന്മാർ, മുഖ്യ സംഘാടകന്മാർ. കൃത്യമായും അവിടെ കോഴിക്കോട് എത്തി. എന്തായാലും ഇഡി ഈ മാസപ്പടി കേസ് വിട്ടിട്ടില്ല. മാസപ്പടി കേസിന്റെ പിന്നാലെയുണ്ട്. അവരതിൻ്റെ ഓരോ രേഖകളും ശരിയാക്കി. അല്ലെങ്കിൽ പിന്നെ ഇഡിക്ക് പേരുദോഷം ഉണ്ടാകും. കാരണം ഇവരുടെ ഇഡി എടുക്കുന്ന കേസിൽ ശിക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത്, എന്നാൽ ശിക്ഷിപ്പിച്ച് കാണിക്കുക എന്നുള്ളതായിരിക്കും ഇവരുടെ നിലപാടെന്ന് തോന്നുന്നു. വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് പിണറായി കുടുംബം പോവുകയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ദേഷ്യവും പൊട്ടിത്തെറിയും. CPM അതിദയനീയമായ അവസ്ഥ, അവർക്ക് പിടിച്ചെടുക്കാനേ കഴിയുന്നില്ല. CPMന്റെ ഒരു വിഷയം, ഒരു മെറിറ്റുള്ളൊരു വിഷയം ജനങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സർക്കാരിനെതിരെ നുണക്കഥകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നു. ആ നുണക്കഥകളെല്ലാം അപ്പം തന്നെ ചീറ്റി. മാത്രമല്ല മറ്റൊരു പ്രത്യേകത, ഈ DFIയുടെ സംസ്ഥാന സമ്മേളനം ആരംഭിച്ച് കാണും തൃശ്ശൂരിൽ. ഈ 2-3 ദിവസം സമ്മേളനമുണ്ട്. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPMന്റെ ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ചേരുന്നത് ഇപ്പോഴാണ്. അവിടെ ആരെങ്കിലും ഒരാളെങ്കിലും എണീറ്റുന്നുണ്ട് ഇതെന്താണ് പ്രശ്നം എന്നുള്ള വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാവുമെന്ന്. അവിടെ തെരഞ്ഞെടുക്കാൻ അധികാരമില്ല. അവരതിന് മുമ്പ് തന്നെ ചിന്താ ജെറോമിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. അവിടെ സംസ്ഥാന സമ്മേളനത്തിലാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് പറച്ചിലുണ്ട്. പക്ഷെ തീരുമാനമായി കഴിഞ്ഞു. ഈ ചുമ്മാ ഇതെല്ലാം ഒരു തട്ടിക്കൂട്ട്, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഏർപ്പെടും. എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമായി തീർത്ത് പറയാം. തൈക്കുണ്ടി കുടുംബം കഴിഞ്ഞ 10 കൊല്ലം കൊള്ള നടത്തി. അതിനു മുമ്പ് ഒരു 18 വർഷം പാർട്ടി സെക്രട്ടറി എന്നതിൽ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തും സുഖമായി ജീവിച്ചു. എന്നാൽ ഇനി അതത്ര എളുപ്പമല്ല. ഇഡി പിന്നാലെയുണ്ട്, VD സതീശൻ പിന്നാലെയുണ്ട്. നിങ്ങൾ എത്ര നുണകൾ പറഞ്ഞാലും, എത്ര ഭയപ്പെടുത്തിയാലും, എത്ര ഭീഷണിപ്പെടുത്തിയാലും ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ ഈ കള്ളത്തരങ്ങൾ, കൊള്ളകൾ പുറം ലോകം അറിയാൻ സമയമായിരിക്കുന്നു. ഇഡി അടക്കമുള്ളവരുടെ കൃത്യമായ നിലപാടുണ്ട്. പിണറായി വിജയനും മകളും മരുമകളും ഇപ്പോൾ ദുബായിൽ സുരക്ഷിതരെന്ന് കരുതിയിരിക്കുന്ന മകനുമൊക്കെ കുടുക്കിലാവുന്ന ദിവസങ്ങൾ വിദൂരമല്ല. നന്ദി.